മൂന്നാം തവണയും തുടർഭരണമെന്ന ചരിത്ര നേട്ടവുമായി LDF വിജയിച്ചാൽ മുഖ്യമന്ത്രി ആരാണ് എന്നതിൽ ചോദ്യമില്ല. മൂന്നാം സർക്കാർ എല്ലാ അർത്ഥത്തിലും പിണറായി 3.0 ആയിരിക്കും. നിലവിലുള്ള ക്യാബിനറ്റിലെ പ്രമുഖർ എല്ലാം മന്ത്രിമാരായി തുടരുമെന്നും ഉറപ്പാണ്. തിരുവനന്തപുരത്ത് നിന്ന് വി ജോയ്, ഇടുക്കിയിൽ നിന്ന് KK ജയചന്ദ്രൻ, പാലക്കാട് നിന്ന് K ശാന്തകുമാരി തുടങ്ങിയ പുതുമുഖങ്ങളും മൂന്നാം പിണറായി സർക്കാരിൽ മന്ത്രിമാരായി ഉണ്ടാകും. കേരളത്തിലെ LDFന് കഴിഞ്ഞ 10 കൊല്ലം ഒരേയൊരു നായകനെ ഉണ്ടായിരുന്നുള്ളൂ. അത് പിണറായി വിജയനാണ്. ഭരണത്തിൽ ഹാട്രിക് തികച്ച് മുന്നണി ജയിച്ചു വന്നാൽ നായകസ്ഥാനം ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കും. മുഖ്യമന്ത്രി കസേരയിലേക്ക് വേറെ ആരെയും ചിന്തിക്കാൻ പോലും ആകാത്ത തരത്തിൽ പിണറായിയുടെ ആധികാരികത കയ്യൊപ്പ് ചാർത്തുന്ന സർക്കാരിൽ മന്ത്രിമാർ ആരൊക്കെയുണ്ട് എന്നാലോചിക്കേണ്ട ജോലിയെ CPIM-നുണ്ടാകൂ. മുഖ്യമന്ത്രിയടക്കം 12 മന്ത്രിസ്ഥാനമാണ് ലഭിക്കുക. പാർട്ടിയുടെ നേതൃശ്രേണിയാണ് മന്ത്രിമാരെ നിശ്ചയിക്കുമ്പോൾ പാർട്ടി മാനദണ്ഡമാക്കുക. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ 4 പേർ മത്സരിക്കുന്നുണ്ട്. KK ശൈലജ, KN ബാലഗോപാൽ, P രാജീവ്, TP രാമകൃഷ്ണൻ എന്നീ CC അംഗങ്ങളിൽ ജയിച്ചുവരുന്നവരെല്ലാം സുപ്രധാന വകുപ്പുകളിൽ മന്ത്രിമാരാകുമെന്ന് തീർച്ചയാണ്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ കഴിഞ്ഞാൽ പിന്നെ മുഖ്യ പരിഗണന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കാണ്. VN വാസവൻ, സജി ചെറിയാൻ, KK ജയചന്ദ്രൻ, PM മുഹമ്മദ് റിയാസ് എന്നിവരിൽ വിജയിച്ചുവരുന്ന എല്ലാവരും മന്ത്രിമാരാകും. സംസ്ഥാന സമിതി അംഗങ്ങളെ പ്രാദേശിക പ്രാതിനിധ്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാകും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുക. തൃത്താലയിൽ വിജയം ആവർത്തിച്ചാൽ 2ാം മന്ത്രിസഭയിലെ തിളക്കമാർന്ന മുഖമായ MB രാജേഷിനും മന്ത്രിസ്ഥാനം കിട്ടും. തലസ്ഥാന ജില്ലയിൽ നിന്നുള്ള MLA എന്ന നിലയിൽ വി ജോയ് മന്ത്രിയാകാൻ സാധ്യതയുണ്ട്. സംവരണ സീറ്റിൽ നിന്ന് ജയിച്ചു വന്നാൽ സംസ്ഥാന സമിതി അംഗം K ശാന്തകുമാരിയും മന്ത്രിസഭയിലെത്തിയേക്കും. ആലപ്പുഴയിൽ നിന്നുള്ള PP ചിത്തരഞ്ജൻ, മുൻമന്ത്രി C രവീന്ദ്രനാഥ് എന്നിവരും ജയിച്ചു വന്നാൽ മന്ത്രിസഭയിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. CPI-യിൽ നിന്ന് 4 മന്ത്രിമാർ ഉണ്ടാകും. ദേശീയ കൗൺസിൽ അംഗം P വസന്തം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ R രാജേന്ദ്രൻ, KK വത്സരാജ് എന്നിവർ ജയിച്ചാൽ മന്ത്രിമാരാകും. ഇപ്പോഴത്തെ മന്ത്രിമാരിൽ ആരെയെങ്കിലും നിലനിർത്തണമെങ്കിൽ പാർട്ടിയുടെ നയപരമായ തീരുമാനം വേണ്ടിവരും. പാലായിൽ നിന്ന് ജയിക്കാനായാൽ ജോസ് കെ മാണി മന്ത്രിയാകുമെന്നുറപ്പാണ്. NCP-യിൽ നിന്ന് AK ശശീന്ദ്രനും തോമസ് K തോമസും ജയിച്ചുവന്നാൽ മന്ത്രിസ്ഥാനത്തേക്ക് തർക്കമുണ്ടായേക്കും. ISJD-യിൽ നിന്ന് മാത്യു T തോമസ് മന്ത്രിയായേക്കും. RJD, കേരള കോൺഗ്രസ് B എന്നിവരെയും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.